പ്രിയമുള്ളവരെ, വചനജ്വാല 1765 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒരു പുതിയ മാസത്തിനു കൂടി തുടക്കമിടുകയാണ്. 2026 ജൂലൈ 1 തീയതി ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഈ ഒരു മാസം നാം പ്രത്യേകമായി വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാളിനായി ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്ക് തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥം യാചിക്കാം. കഴിഞ്ഞ ഒരു മാസം നമുക്ക് ദൈവം കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 40-ാം അധ്യായം 31 മുതൽ 48 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. അതിന്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഇതിലേക്ക് 8 പടികൾ ഉണ്ടായിരുന്നു. കിഴക്ക് വശത്തുള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി. അവൻ പടിപ്പുര അളന്നു. അതിന് ചുറ്റുമുള്ള മറ്റുള്ളവയുടെ അളവ് തന്നെ. അതിന്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും അങ്കണവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിലും പൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. അതിന്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിന്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു. അതിലേക്കും 8 നടകളുണ്ടായിരുന്നു. അവൻ എന്നെ വടക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുപോയി. അവൻ അത് അളന്നു. അതിനും മറ്റുള്ളവയുടെ അളവ് തന്നെ. അതിന്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിനു ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. അതിന്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിന്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു. അതിലേക്കും 8 പടികൾ ഉണ്ടായിരുന്നു. അവിടെ പടിപ്പുരയുടെ പൂമുഖത്തിൽ ഒരു മുറിയും അതിനൊരു വാതിലും ഉണ്ടായിരുന്നു. ദഹനബലിക്കുള്ള വസ്തു അവിടെയാണ് കഴുകേണ്ടിയിരുന്നത്. ദഹനബലിക്കും പരിഹാര ബലിക്കും പ്രായശ്ചിത്ത ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് പടിപ്പുരയുടെ പൂമുഖത്തിൽ ഇരുവശത്തും ഓരോ മേശയുണ്ടായിരുന്നു. വടക്കേ പടിപ്പുരയുടെ വാതിൽക്കൽ പൂമുഖത്തിന് പുറത്തായി 2 മേശയുണ്ടായിരുന്നു. പൂമുഖത്തിന് മറുവശത്തും 2 മേശയുണ്ടായിരുന്നു. പടിപ്പുരയ്ക്ക് അകത്തും പുറത്തുമായി 4 മേശകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 8 മേശ. അവ മേലാണ് ബലിമൃഗങ്ങളെ കൊന്നിരുന്നത്. ദഹനബലിക്ക് വേണ്ടി കല്ലിൽ കൊത്തിയെടുത്ത 1.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1 മുഴം ഉയരവുമുള്ള 4 മേശകൾ ഉണ്ടായിരുന്നു. ദഹനബലിക്കും മറ്റ് ബലികൾക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയിലാണ് വെച്ചിരുന്നത്. അകത്തു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ കൊളുത്തുകൾ പിടിപ്പിച്ചിരുന്നു. മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വെച്ചിരുന്നത്. പിന്നീട് അവൻ എന്നെ പുറത്തുനിന്ന് അകത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അകത്തളത്തിൽ 2 മുറികൾ ഉണ്ടായിരുന്നു. ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കേ പടിപ്പുരയ്ക്കടുത്തും
മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേ പടിപ്പുരയ്ക്ക് അടുത്തുമായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ദേവാലയത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി. ബലിപീഠത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ട് ദർശനമുള്ള മുറി. സാദോക്കിന്റെ പുത്രന്മാരാണ് ഇവർ. ലേവി പുത്രന്മാരിൽ ഇവർക്ക് മാത്രമേ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അവിടത്തെ സമീപിക്കാൻ പാടുള്ളൂ. അവൻ അങ്കണം അളന്നു. അത് 100 മുഴം വീതം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു. ബലിപീഠം ദേവാലയത്തിന്റെ മുൻവശത്തായിരുന്നു. അവൻ എന്നെ ദേവാലയത്തിന്റെ പൂമുഖത്തിലേക്ക് കൊണ്ടുവന്നു. പൂമുഖത്തിന്റെ കട്ടളപ്പടികൾ അവൻ അളന്നു. 5 മുഴം. വാതിലിന്റെ വീതി 14 മുഴമായിരുന്നു. അതിന്റെ പാർശ്വഭിത്തികൾ 3 മുഴം വീതം. പൂമുഖത്തിന്റെ നീളം 20 മുഴവും വീതി 12 മുഴവുമായിരുന്നു. അതിലേക്ക് 10 പടികളും കട്ടിളപ്പടികളും ഇരുവശത്തും തൂണുകളും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റിനെയും മെത്രാനായിരുന്ന വിശുദ്ധ ഗാളിനെയും അനുസ്മരിക്കുന്ന സുദിനമാണ്. ഉപരിപഠനങ്ങൾക്കു ശേഷം വൈദികനായ ഒലിവർ പ്ലങ്കറ്റ് ബിഷപ്പും ആർച്ച് ബിഷപ്പുമായി. മതമർദ്ദന കാലത്ത് ഉണക്ക റൊട്ടി പോലും ലഭിക്കാതെ വൈക്കോൽ മേഞ്ഞ മുറിയിൽ ഇരുന്നാൽ നക്ഷത്രങ്ങൾ കാണുന്ന കുടിലിനകത്തെ താമസത്തിലും അജഗണങ്ങളെ ഉപേക്ഷിക്കാതെ അവസാനം അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് വധിക്കുകയുമാണ് ഉണ്ടായത്. 50-ാം സങ്കീർത്തനം ചൊല്ലി മരണത്തെ വരിച്ച ആർച്ച് ബിഷപ്പായ വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റിനെയും മെത്രാനായിരുന്ന വിശുദ്ധ ഗാളിനെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.